ഇന്നൊരു സിലോപ്പി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് അടുത്തൊരു സ്ഥലത്ത് കുളത്തിൽ വളർത്തിയിരുന്നതാണ്. അപ്പോൾ അച്ഛനാണ് അതിൻ്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ അത് പിടിച്ചപ്പോൾ ഒരെണ്ണം അച്ഛന് കൊടുത്തു. അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉച്ചയ്ക്കാണ് സംഭവം കൊണ്ടുവന്നത്. അത് അപ്പോഴേ തന്നെ ഇതുപോലെ ബക്കറ്റിൽ ഒരു 1/4 ഭാഗം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ തുറന്ന് വയ്ക്കുകയാണെങ്കിൽ അത് ചാടിപ്പോവും, അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ ലച്ചുവിനും കേശുവിനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ മുഖത്തെ സന്തോഷം. ഇനി ഇത് പൊരിച്ച് കഴിക്കുന്നത് വരെ എനിക്ക് സമാധാനം കിട്ടില്ല. അങ്ങനെ അച്ഛനാണ് ഇത് ക്ലീൻ ചെയ്യണതിൻ്റെ എക്സ്പേർട്ട്. ഇവിടെ ചേട്ടനെ അറിയില്ല, എനിക്കും പറ്റത്തില്ല. ഇത് നമ്മൾ കയ്യിൽ നിൽക്കില്ല, അത് വിഴുവിഴായിരിക്കും കേട്ടോ. ഇതിൻ്റെ പുറമാണെങ്കിൽ നല്ല പിന്നാലുള്ള മീനാണ്, നല്ല മീനാണ് കേട്ടോ. മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഒറ്റ മുള്ളാണ്. അപ്പോൾ ചെറിയ ചെറിയ മുള്ളുകളൊന്നും ഇല്ല. ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. വേറെ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കട്ട് ചെയ്യാണ്. അത് രണ്ടുപേരും അടുത്ത് ചെന്ന് ഇരിപ്പുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കട്ട് ചെയ്യാനൊക്കെ കാണാൻ. അങ്ങനെ ഒരു തുണിയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിച്ചാത്തിക്കൊന്നും വെട്ടാനായിട്ട് പറ്റില്ല. അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ നല്ല കട്ടിയുള്ള മുള്ളാണ്. പിന്നെ എൻ്റെ കത്രികയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ തുണി വെട്ടണ കത്രികയാണ്. മീൻ വെട്ടണ കത്രിക ഞാൻ വാങ്ങിച്ചു വച്ചിരിപ്പില്ല. ഞാൻ സാധാ കത്തിയിട്ടാണ് ഞാൻ മീൻ മുറിക്കാറുള്ളത്. കത്രിക ഇട്ട് എനിക്ക് മുറിക്കാൻ അറിയേയില്ല. പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് അത് നല്ല എളുപ്പമാണെന്ന്. ഇനി ഒരെണ്ണം വാങ്ങണം. അപ്പോൾ ഇതാ അച്ഛൻ എൻ്റെ കത്രികയൊക്കെ ഇട്ട് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വരുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആ കട്ടിയുള്ളടുത്ത് ഇതുപോലെ ഒന്ന് പിച്ചാത്തി കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ വെട്ടുമ്പോഴേ വരുന്നുള്ളൂ. അങ്ങനെ ഇതാ ഞാലൊക്കെ ഇളക്കി കളയുകയാണേ. നല്ല വലിയ മീനാണ്. ഇതൊരു 1/2 കിലോളം വരും കട്ട് ചെയ്ത് ഇട്ടാൽ. നമ്മൾ തലയിലെ പോർഷനൊക്കെ എടുത്ത് കളയും. എന്നിട്ട് കുറുകെ മുറിച്ചതിന് ശേഷമാണ് എടുത്തിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടല്ലാതെ കട്ട് ചെയ്തിട്ട് പൊരിക്കുകയാണെങ്കിൽ ഇത് മൊരിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കിയാൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞും കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പക്ഷേ ഞാൻ കഴിക്കില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ മീനൊന്നും എനിക്കിഷ്ടമില്ല. പക്ഷേ കേശുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കണ്ണൊക്കെ കുത്തി നോക്കുന്നുണ്ടേ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ബാക്കി വേസ്റ്റും എല്ലാ കാര്യങ്ങളും എടുത്ത് കളഞ്ഞതിന് ശേഷം അച്ഛൻ ഇതുപോലെ കട്ട് ചെയ്യണേ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു കുറുകെ കൂടെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കും. അങ്ങനെ കട്ട് ചെയ്ത് കഴുകിയൊക്കെ തന്നിട്ട് അച്ഛൻ പോയി. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ പിടിപ്പിക്കാം. അതിനായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുള്ളതുകൊണ്ട് മുളക് പൊടി ആവശ്യത്തിന് മാത്രമേ ചേർക്കുന്നുള്ളേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ കൂട്ടത്താണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് വയ്ക്കാം. ഇത് രാത്രിയാണ് ഈ മസാലയൊക്കെ തേച്ച് വയ്ക്കുന്നത്. എന്നിട്ട് ഞാൻ പിറ്റേന്ന് വൈകുന്നേരമാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഈ മീൻ ഒരിക്കലും വലിയ കഷ്ണമായിട്ട് പൊരിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. ഇത് അകമൊന്നും മൊരിയില്ല. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളിലും അരപ്പൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഫ്രീസറിലാണ് വയ്ക്കുന്നത്. എന്നിട്ട് പൊരിക്കണതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ താഴെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ സാധാ തണുപ്പാവും. എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് കിട്ടുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് വീഡിയോയുമായി കാണാൻ